പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രക്ഷാചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് തിരുനാളുകൾ ആഘോഷിക്കുന്നത്. ഇപ്രകാരമുള്ള തിരുനാളുകളെക്കുറിച്ച് ഒരു പഠനമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ന് നമ്മൾ കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ എന്ന് അറിയപ്പെടുന്ന ഒരു സംഭവമാണ് പഠന വിഷയമാക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം തിരുപ്പിറവി നമ്മൾ ധ്യാന വിഷയമാക്കി. യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് വലിയൊരു കൂട്ടക്കുരുതി നടന്നു. കുറേ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. ആ സംഭവമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുക. ആദ്യത്തെ രക്തസാക്ഷികൾ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ശിശുവധമെന്ന്. വിശേഷണം ഏതായാലും സംഭവം ഒന്ന് തന്നെ. നമുക്കത് വായിച്ചു കേൾക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 2, 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. അവർ പോയിക്കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദേസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് രോഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബേത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു. ഇങ്ങനെ ജെറമിയ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, രക്ഷകൻ്റെ ജനനം വലിയ സന്തോഷം നൽകേണ്ട ഒരു സദ്വാർത്തയാണ്. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നുവെന്ന് ദൂതന്മാർ ബേത്ലഹേമിലെ വയലിൽ ആടുകൾക്ക് കാവലിരുന്ന ഇടയന്മാരോട് പറഞ്ഞത് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. സന്തോഷം നൽകേണ്ടതാണ്. ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പക്ഷേ ഈ വലിയ സന്തോഷം നൽകേണ്ട വാർത്ത ചിലരെയൊക്കെ അസ്വസ്ഥരാക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ അങ്ങനെയാണ് തുടങ്ങുന്നത്. കിഴക്ക് നിന്ന് ഒരു നക്ഷത്രം കണ്ട് ജ്ഞാനികൾ വന്നു. രക്ഷകൻ ജനിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞാണ്, വിശ്വസിച്ചാണ് അവർ വരുന്നത്. ആ രക്ഷകൻ ജനിച്ചിരിക്കുന്നത് രാജാവായിട്ടാണ്. യഹൂദരുടെ രാജാവാണ്. യഹൂദരുടെ രാജാവാണെങ്കിൽ ആ രാജാവ് രാജകൊട്ടാരത്തിലായിരിക്കും പിറക്കുക എന്നവർ ന്യായമായി ഊഹിച്ചു. അങ്ങനെ അവർ ഹെറോദേസിൻ്റെ അരമനയിലെത്തി. പക്ഷേ ഹെറോദേസിൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴേക്കും സുവിശേഷകൻ പറയുന്നത് ഇപ്രകാരമാണ്: ഇതു കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറൂസലം മുഴുവനും. ഇത് കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം പട്ടണം മുഴുവനും. അസ്വസ്ഥനാകുക, സംഭ്രമിക്കുക, ഭയപ്പെടുക എന്നൊക്കെ അർത്ഥമാണ് ഗ്രീക്ക് വാക്കിനുള്ളത്. എത്തരക്തേ എന്ന് പറയും. എത്തരക്തേ, ഒരു ബിക്കം അപ്സെറ്റ്, ഒരു സംഭ്രമം. എന്തോ ഭീകരമായ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ചിന്തയാണ്. എന്തേ ഇപ്രകാരം സംഭവിക്കാൻ? നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രവാചകന്മാരിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ദാവീദിൻ്റെ ഗോത്രത്തിലൊരു രക്ഷകൻ പിറക്കും. ദാവീദിൻ്റെ പുത്രൻ അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവന് എന്നേക്കും ഭരണം നടത്തും. ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന ജനമാണ്. പക്ഷേ രക്ഷകൻ ഇവിടെ ജനിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് അസ്വസ്ഥത. രാജാവിനും ജനങ്ങൾക്കുമാണ് അസ്വസ്ഥത. ജനം ജെറൂസലമിലെ ജനമാണ്. എന്താണ് ഇതിന് കാരണം? കാരണം എന്തോ തങ്ങളുടെ സുരക്ഷിതത്വം നഷ്ടമാകുന്നു, അഥവാ തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുന്നു എന്നൊരു ചിന്തയാവാം. ഹെറോദേസിന് തികച്ചും സ്വാഭാവികമായിരുന്നു ഈ ചിന്ത. ഹെറോദേസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കാണും, അദ്ദേഹം എന്നും അസ്വസ്ഥനായിരുന്നു, എന്നും ഭയചകിതനായിരുന്നു. വലിയൊരു കലാപത്തിന് മധ്യത്തിലാണ് അദ്ദേഹം രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ. ജ്യേഷ്ഠാഞ്ജന്മാർ തമ്മിലുള്ള പോരിൽ അവസാനം റോമക്കാരുടെ സഹായത്തോടുകൂടി BC 40 ഹെറോദേസ് ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. പക്ഷേ 3 വർഷത്തെ യുദ്ധത്തിന് ശേഷമാണ് ഹെറോദേസിന് രാജ്യം പിടിച്ചടക്കാനായത്, അതും റോമക്കാരുടെ സഹായത്തോടുകൂടി. തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങൾ 37 മുതൽ BC 4 വരെ 34 വർഷം അദ്ദേഹം ഭരിച്ചത് ജനങ്ങളെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ്. കാരണം അദ്ദേഹവും എപ്പോഴും ഭയത്തിലായിരുന്നു. താൻ ഇരിക്കുന്നത് തൻ്റേതായ സിംഹാസനത്തിലല്ല എന്ന ഒരു ചിന്ത ഹെറോദേസിന് എപ്പോഴും ഉണ്ടായിരുന്നു. ഹെറോദേസിൻ്റെ പിതാവ് ഇദുമേയക്കാരനായിരുന്നു അന്തിപ്പാത്തർ. അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു യഹൂദ സ്ത്രീയുമായിരുന്നു. എങ്കിലും പിതാവ് യഹൂദനല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ വിജാതീയനായിട്ടാണ് യഹൂദർ കണക്കാക്കിയിരുന്നത്. ഏതെല്ലാം തരത്തിൽ അവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ഹെറോദേസ് എപ്പോഴും എന്നും അവർക്കൊരു അന്യനായിരുന്നു. അത് തന്നെയുമല്ല, പഴയ ഹസ്മോണയ രാജവംശത്തിൽ, മക്കബായ രാജവംശത്തിൽ നിന്ന് ഉള്ള ആളുകളെ രാജാവായി വാഴിക്കാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഹെറോദേസ് ഹസ്മോണയ വംശത്തിലെ രാജകുമാരി മരിയാംനയെ ഭാര്യയായി സ്വീകരിച്ചു. തൻ്റെ ആദ്യ ഭാര്യ ദോറിസിനെ ഉപേക്ഷിച്ചുകൊണ്ട്
പിന്നീട് പല വിവാഹങ്ങൾ നടന്നു. 5-6 ഭാര്യമാരും അതിൽ അനേകം മക്കളും അദ്ദേഹത്തിന് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം ഹെറോദേസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സംശയമുണ്ടാകും. യേശുവിനെ വധിക്കാൻ ശ്രമിച്ച, ശിശുവായ യേശുവിനെ വധിക്കാൻ ശ്രമിച്ച ഹെറോദേസും പിന്നീട് യേശുവിനെ വധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഹെറോദേസും ഒരാൾ തന്നെയാണോ? അല്ല. ആദ്യത്തേത് അപ്പൻ ഹെറോദേസ്, ഇസ്രായേലിലെ രാജാവ്. രണ്ടാമത്തേത് മകൻ ഹെറോദേസ് അന്തിപ്പാസ്, ഗലീലയിലെ ഭരണാധിപൻ. ആകട്ടെ, ഈ ശിശു ജനിച്ചിരിക്കുന്നു, രക്ഷകൻ ജനിച്ചിരിക്കുന്നു കേട്ടപ്പോഴേക്കും അസ്വസ്ഥമായി പിന്നെ സംഭവിക്കുന്നത് വധിക്കാനുള്ള ശ്രമമാണ്. സംശയം ഭയം ജനിപ്പിക്കുന്നു, ഭയം അക്രമാസക്തമാകുന്നു, കൊലപാതകത്തിലേക്ക് നയിക്കുന്നു. എന്നും സംഭവിക്കുന്നതാണ്. ധൈര്യമുള്ള മനുഷ്യൻ അധികമാരെയും ഭയപ്പെടാറില്ല, കൊല്ലാൻ പോകാറില്ല. ഭയമാണ് ഇവിടെ കാരണം. ഹെറോദേസ് അസ്വസ്ഥമായി, തൻ്റെ രാജ്യം നഷ്ടപ്പെട്ടേക്കുമോ എന്ന ഭയം. ഹെറോദേസിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം അനേകം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വലിയ കൊലപാതകങ്ങളുടെ ഒരു പട്ടിക നിർത്തി വെച്ചിരിക്കുന്നതാണ്. അരിസ്റ്റോബുളോസ് എന്ന് പറയുന്ന അളിയനെ, മരിയാമ്നയുടെ സഹോദരനെ അദ്ദേഹം വധിച്ചു. കാരണം തനിക്കെതിരെ കലാപം, ഉപജാപം നടത്തിയേക്കുമോ എന്ന് ഭയപ്പെട്ടു. അദ്ദേഹത്തെ ആദ്യം പ്രധാന പുരോഹിതനാക്കിയതാണ്. പ്രധാന പുരോഹിതനാക്കിയതിന് ശേഷമാണ് വധിക്കുക. അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ ജോസഫിനെയും ഹെറോദേസ് വധിക്കാൻ ഉത്തരവിട്ടു. ഹിർക്കാനൂസ് രണ്ടാമൻ എന്ന് പറയുന്ന മരിയാമ്നയുടെ പിതാമഹൻ, വലിയപ്പൻ, പിതാവിൻ്റെ പിതാവ്, അദ്ദേഹം ഒരു ഉപജാപത്തിനിരയായി എന്ന് കരുതി ഹെറോദേസ് അയാളെയും വധിക്കാൻ ശ്രമിച്ചു. അമ്മായിയപ്പനെയും അമ്മായിയപ്പൻ്റെ അപ്പനെയും. അവസാനം സ്വന്തം ഭാര്യ മരിയാമ്നയിൽ ജനിച്ച 2 മക്കളെ അദ്ദേഹം തൻ്റെ അധികാരം അവർ കരസ്ഥമാക്കിയേക്കുമോ എന്ന് ഭയന്ന് അവരെയും കൊല്ലാനായിട്ട് ഉത്തരവിട്ടു. സ്വന്തം ഭാര്യ മിരിയാമ്നെ ഏറ്റവും സ്നേഹിച്ചിരുന്നതും വാസ്തവത്തിൽ അധികാരത്തിലേക്കുള്ള ചവിട്ടുപടിയായി കരുതുകയും ചെയ്യുന്ന മിരിയാമ്നെയും ഹെറോദേസ് വധിക്കാനായിട്ട് ഉത്തരവിട്ടു. തൻ്റെ ഉപജാപങ്ങൾക്കെല്ലാം കൂട്ടുനിന്ന കാരണക്കാരിയായ സഹോദരി സലോമിയെയും അദ്ദേഹം തന്നെ കൊല്ലാനായിട്ട് ഏർപ്പാട് ചെയ്തു. അവസാനം അന്തിപ്പാസ്തർ എന്ന് പറയുന്ന തൻ്റെ ആദ്യത്തെ മകൻ, ദോറീസിൽ നിന്ന് ജനിച്ച ആദ്യത്തെ മകൻ, കിരീടാവകാശിയായ അന്തിപ്പാസ്തർ, അദ്ദേഹമായിരിക്കും പിൻഗാമി എന്നൊക്കെ വിൽപത്രം എഴുതി ഒപ്പുവെച്ച ഹെറോദേസ് മരണത്തിന് 5 ദിവസം മുമ്പ് ഈ അന്തിപ്പാത്രനെയും കൊല്ലാൻ തീരുമാനിച്ചു. കാരണം രോഗിയായി ജെറീക്കോയിലായിരുന്ന ഹെറോദേസ് മരിച്ചു എന്നൊരു വാർത്ത കേൾക്കുകയും അന്തിപ്പാത്ര ജെറൂസലമിൽ സ്വയം രാജാവായി അവരോധിക്കുകയും ചെയ്തു. ഇത് കേട്ട അപ്പൻ ഹെറോദേസ് മകനെ വധിക്കാനായിട്ട് തീരുമാനിച്ചു, അതിനെ വധിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കാൻ ജോസഫ് എന്ന ചരിത്രകാരൻ പറയുന്ന ഒരു സംഭവം വളരെ ശ്രദ്ധേയമാണ്. ഹെറോദേസിൻ്റെ മരണമാസനമായി വലിയ മാരകമായ ഉദരരോഗമാണ് അദ്ദേഹത്തിന് ബാധിച്ചത്. അസഹ്യമായ വേദനയുണ്ടായിരുന്നു. അദ്ദേഹം മരിക്കാൻ പോകുന്ന ജനം മുഴുവനും സന്തോഷിച്ചു. കാരണം അത്രമാത്രം അക്രമാസക്തവും ക്രൂരവും ഭീകരവുമായിരുന്നു ഹെറോദേസിൻ്റെ ഭരണം. അതുകൊണ്ട് ഹെറോദേസ് അറിയാം, ഞാൻ മരിക്കുമ്പോൾ ജനങ്ങളെല്ലാം സന്തോഷിക്കും. പക്ഷെ അത് ചെയ്യാൻ പാടില്ല. ഒരു ഭരണാധികാരി മരിക്കുമ്പോൾ അധീനര്, ഭരണീയർ കരയണം, ദുഃഖിക്കണം, വിലപിക്കണം. പക്ഷേ ഞാൻ മരിക്കുമ്പോൾ വിലപിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ മരിക്കുമ്പോൾ നാട് മുഴുവനും വിലപിക്കാൻ ഞാൻ കാരണമുണ്ടാക്കും എന്ന് പറഞ്ഞ് പലസ്തീനിലുണ്ടായിരുന്ന പല ഭാഗത്തു നിന്നായി 400 ശ്രേഷ്ഠന്മാരെ, സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായ 400 പേരെ പിടികൂടി തടവിലാക്കിയിരുന്നു. അതിനുശേഷം കൽപ്പന കൊടുത്തു, എൻ്റെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ വാർത്ത പുറത്തുവിടുന്നതിന് മുമ്പേ ഈ 400 പേരെയും കൊല്ലണം. ആ 400 പേരെയും വധിച്ച വാർത്ത പുറത്തു വരുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും ഒന്നടങ്കം നിലവിളിക്കും. അതിനുശേഷം എൻ്റെ മരണവാർത്ത അറിയിക്കുക. അങ്ങനെ എൻ്റെ മരണത്തിൽ അവർ ദുഃഖിക്കുന്നു, കരയുന്നുവെന്ന് മരണശേഷം ഞാൻ സന്തോഷിക്കും. ഇത്രയും വക്രവും ക്രൂരവുമായിരുന്നു ഹെറോദേസ്. പക്ഷേ ഹെറോദേസിൻ്റെ സൈന്യാധിപന്മാർ അദ്ദേഹത്തെക്കാൾ കൂടുതൽ നീതിബോധം ഉള്ളവരായിരുന്നതുകൊണ്ട് ഹെറോദേസ് മരിച്ചു കഴിഞ്ഞപ്പോൾ തടവിലാക്കിയവരെല്ലാം സ്വതന്ത്രരാക്കി. അങ്ങനെ ഹെറോദേസിൻ്റെ മരണം വലിയൊരു സന്തോഷത്തിൻ്റെ, ഉത്സവത്തിൻ്റെ അവസരമായി മാറി. ഇതാണ് ഹെറോദേസ്. ഈ ഹെറോദേസാണ് രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അസ്വസ്ഥനാവുകയും അവനെ വധിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. വളരെ താല്പര്യത്തോടു കൂടിയാണ് അദ്ദേഹം അന്വേഷിച്ചത്. ഉപജാപങ്ങൾ, രഹസ്യമായുള്ള അന്വേഷണങ്ങൾ, കരുനീക്കങ്ങൾ എല്ലാം ഹെറോദേസ് ചെയ്തു. കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ പറഞ്ഞ സമയമനുസരിച്ച് എവിടെയാണ് ശിശു ജനിക്കുന്നത് അവർ വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചു മനസ്സിലാക്കി. അവസാനം ശിശുവിനെ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് എന്നെയും അറിയിക്കണം, ഞാൻ പോയി അവനെ ആരാധിക്കണം എന്ന് പറഞ്ഞ് ജ്ഞാനികളെ അദ്ദേഹം ബെത്ലഹേത്തേക്ക് പറഞ്ഞയച്ചു. പക്ഷേ ദൈവദൂതൻ്റെ അരുളപ്പാട് കിട്ടിയ ജ്ഞാനികൾ മറുവഴിയെ പോയി ഹെറോദേസ് അറിഞ്ഞില്ല എവിടെയാണ് അവൻ ജനിച്ചതെന്ന്. ഈ ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് കൂടുതൽ ക്രുദ്ധനായി. അതുകൊണ്ട് കൃത്യമായിട്ട് ആ ശിശുവിനെ കിട്ടുന്നില്ലെങ്കിൽ ആ ശിശു ജനിച്ചിരിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിൽ ഉള്ള എല്ലാ ശിശുക്കളെയും കൊല്ലുക. കേട്ടറിഞ്ഞ കണക്കനുസരിച്ച് 2 അതിൽ താഴെയോ പ്രായമുള്ളതാവാം. കൃത്യമായിട്ട് അറിയാൻ പാടില്ല എത്രയുണ്ടെന്ന്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ രക്ഷകൻ രാജാവ് രക്ഷപ്പെടരുത് എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി ബെത്ലഹേത്തും ചുറ്റുപാടുമുണ്ടായിരുന്ന 2 വയസ്സും അതിൽ താഴെയും പ്രായമുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലുവാൻ ഒരു കൽപ്പനയാണ് നൽകുക. പക്ഷേ ദൈവം മുൻകൂട്ടി അറിഞ്ഞിരുന്നു, കണ്ടിരുന്നു. തൻ്റെ പുത്രനെ സംരക്ഷിക്കാനായി മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തു. ജോസഫും മറിയവും ശിശുവിനെയും കൊണ്ട് നേരത്തെ ബെത്ലഹേത്ത് നിന്ന് യാത്രയായിരുന്നു.
പക്ഷേ ഈ ശിശുവിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടത് എത്ര പേർ നമുക്കറിയില്ല. ഇതിൽ 100 പേരുണ്ടാകുമ്പോൾ താഴെയായിരിക്കും, കൂടുതലായിരിക്കും. ഏതായാലും കുറേയേറെ നിരപരാധികളായ ശിശുക്കൾ ഈ ഒരു രാജാവിൻ്റെ പ്രത്യേക ഭയത്താലും ക്രൂരതയാലും കൊല്ലപ്പെട്ടു. നിരപരാധികളായ ശിശുക്കൾ രക്തസാക്ഷികളായി മാറുകയാണ്. അവരറിഞ്ഞുകൊണ്ടല്ല, അവരൊരു കുറ്റവും ചെയ്തവരല്ല. അവർ ജനിച്ചത് രക്ഷകൻ ജനിച്ച സമയത്തായി പോയി എന്നുള്ളതാണ് അവരുടെ കുറ്റം. പക്ഷേ രക്ഷകനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ്, ശക്തികളാണ് ഈ കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിന് കാരണമായത് എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് അവരെ ആദ്യത്തെ രക്തസാക്ഷികൾ എന്ന് വിശേഷിപ്പിക്കുക. തങ്ങളുടേതായ അല്ലാത്ത കുറ്റത്തിന്, തങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുകയാണ്. ഒരു രാജാവിൻ്റെ, ഭരണകർത്താവിൻ്റെ ഭയം അനേകരുടെ മരണത്തിന് കാരണമായി. ഇത് വഴി പ്രവചനം പൂർത്തിയായി എന്ന് മത്തായി സുവിശേഷൻ എഴുതുന്നുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പ്രവചനം പൂർത്തിയായി. റാമായിരുന്നൊരു വിലാപം ഉയരുന്നു. റാമ ബെത്ലഹേമിന്റെ പര്യായമാണ്. റാമ ആയിരുന്നൊരു രോദനമുയരുന്നു. റാഹേൽ തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ ആർക്കും സാധിക്കുന്നില്ല, കാരണം അവരെല്ലാം മരിച്ചുപോയി. റാഹേൽ ജോസഫിൻ്റെ അമ്മയാണ്, യാക്കോബിൻ്റെ ഇഷ്ടഭാര്യ, ജോസഫിൻ്റെ അമ്മ. രണ്ടാമത്തെ മകനായ ബെഞ്ചമിനെ പ്രസവിക്കുന്നതോടുകൂടി റാഹേൽ മരിക്കുകയും ചെയ്തു. റാഹേലിനെ അടക്കിയത് റാമായിലാണ്. അവിടെ കിടന്ന് റാഹേൽ വിലപിക്കുന്നു. മരിച്ചുപോയ മുത്തശ്ശി തങ്ങൾക്ക് മക്കൾക്ക് സംഭവിക്കുന്ന ദുരന്തത്തെ ഓർത്ത്. അസീറിയ വന്ന് ഇസ്രായേലിനെ തോൽപ്പിച്ച് നാടുകടത്തിയതിനെക്കുറിച്ചും പിന്നീട് ബാബിലോൺ വന്ന് ജെറൂസലമിനെ നാടുകടത്താൻ പോകുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ആ വാർത്തയാണ് റാഹേലിൻ്റെ നിലവിളിക്ക് കാരണമായി തീരുക. തൻ്റെ മക്കളെ ഓർത്ത് റാഹേൽ നിലവിളിക്കുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ ആർക്കും സാധിക്കുന്നില്ല, കാരണം ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അവൾ തിരിച്ചുപോയി. ഈ ഒരു സംഭവം, ഈ ഒരു പ്രവചനം ഇവിടെ യാഥാർത്ഥ്യമായി എന്ന് മത്തായി പറയുകയാണ്. യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ അമ്മമാർ, ആ അമ്മമാരുടെ എല്ലാം പ്രതീകമാണ് റാഹേൽ. പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് ഓർക്കണം. ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജീവൻ്റെ സുവിശേഷം എന്നൊരു ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നൊരു ജീവൻ നേരിടുന്ന ഭീഷണികളെക്കുറിച്ച്. യേശുവിൻ്റെ ജനനത്തിൽ അസ്വസ്ഥരായ അധികാരികൾ യേശുവിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആ നാട്ടിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെയെല്ലാം കൊല ചെയ്തു. ഹെറോദേസ് ശിശുവധത്തിൻ്റെ പ്രണേതാവാണ്. അതിനു മുമ്പുണ്ടായിരുന്നു മറ്റൊരു ശിശുവിനെ വധിക്കാനായിട്ട് ശ്രമിച്ച ഫറവോ. ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം, പുരുഷ സന്തതികളെയെല്ലാം, ആൺകുഞ്ഞുങ്ങളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കളയണം. ഇങ്ങനെ ശിശുവിനെ ഭയപ്പെടുന്ന ഭരണാധികാരി. ഓരോ ശിശുവും ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്നും ഓരോ ശിശുവും കടന്നു വരുന്ന ദൈവത്തിൻ്റെ കൃപയോടുകൂടിയാണെന്നും ഓരോ ശിശുരോധനവും ദൈവത്തിന് ഈ ലോകത്തിൻ്റെ മേലുള്ള കരുണയുടെയും കരുതലിൻ്റെയും അടയാളമാണെന്നും മറന്ന് ജനിക്കുന്ന ശിശു തന്നെ ഒരു ഭീഷണിയായി കരുതുന്ന ന്യായാധിപന്മാർക്ക്, ഭരണാധികാരികൾക്ക് ഇവിടെ കുഞ്ഞുങ്ങളെ കൊല്ലാനേ സാധിക്കും. ഇന്ന് ലോകത്തെ കൈയടക്കിയിരിക്കുന്ന വലിയ ഒരു സംസ്കാരമാണ്, നമുക്കറിയാം, മരണ സംസ്കാരം. ജീവനേക്കാൾ കൂടുതൽ മരണത്തെ ആഗ്രഹിക്കുന്ന, ജീവൻ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വിദഗ്ധമായി വധിക്കാൻ ശ്രമിക്കുന്ന അധികാരികൾ, അതിനുവേണ്ടി അന്വേഷണങ്ങൾ നടത്തുന്ന ശാസ്ത്രകാരന്മാർ, കണ്ടുപിടുത്തങ്ങൾ, ജീവൻ നിലനിർത്താൻ ആവശ്യമായ മരുന്നിന് ചിലവാക്കുന്നതിനേക്കാൾ എത്രയോ 1000 ഇരട്ടിയാണ് മനുഷ്യജീവനെ സമഗ്രമായി ഉന്മൂലനം ചെയ്യാൻ സഹായിക്കുന്ന ആയുധങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ചിലവഴിക്കുന്നത്. പല വികസ്വര രാജ്യങ്ങൾക്കും സഹായം നൽകണമെങ്കിൽ അവർ ജനന നിയന്ത്രണം നടപ്പിലാക്കിയിരിക്കണം എന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ നിർബന്ധമാക്കുന്നു. പല രാജ്യങ്ങളിലും വികസനത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ജനസംഖ്യാ നിയന്ത്രണമാണെന്ന് കരുതി ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് കുറ്റകരമായി പ്രഖ്യാപിച്ച നമ്മുടെ അയൽ രാജ്യമുണ്ട്, ചൈന. ഇവിടെ നമ്മൾ 2 നമുക്ക് 2 എന്നൊരു വലിയ മുദ്രാവാക്യമുണ്ടായി. ഇനി നമ്മളൊന്ന് നമുക്കൊന്ന് എന്ന മുദ്രാവാക്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞു മതി, എന്തിനധികം, ഒന്നുമില്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന ചിന്തയിലേക്കും മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ചിന്താഗതി കടന്നു വന്നതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ആർക്കും തിട്ടമില്ല. ഓരോ സെക്കൻഡിലും ഓരോ ശിശു മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു എന്നാണ് കണക്കുകൾ പറയുക. 5 കോടി കുഞ്ഞുങ്ങളോളം ഓരോ വർഷവും ഈ ഭൂമിയിൽ കൊല്ലപ്പെടുകയാണ്. ഹെറോദേസ് കൊന്നത് 10-20 കുഞ്ഞുങ്ങളെ ആയിരിക്കാം. ഇവിടെ കോടാനുകോടി കുഞ്ഞുങ്ങൾ ഓരോ വർഷവും കൊല ചെയ്യപ്പെടുന്നു, അത് മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ. മാതൃഗർഭം എത്ര വലിയ സുരക്ഷിത കേന്ദ്രമായിരിക്കേണ്ടത് ഇവിടെ കുരുതിക്കളമായി മാറുന്നു. കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ ഓരോ വർഷവും കൊല്ലപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള ചിന്ത എന്താണ്, ചേതോവികാരം എന്താണ്? കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് എന്തോ വലിയ അബദ്ധമായി, വലിയ തെറ്റായി, അപകടമായി കരുതുന്നു കുറേ പേർ. മറന്നുപോകാറുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് വായുണ്ടെങ്കിൽ അധ്വാനിക്കാൻ 2 കൈകളുമുണ്ട്. ഈ കുഞ്ഞൊരു ബാധ്യതയല്ല, ഈ കുഞ്ഞൊരു സമ്മാനമാണ്, ദാനമാണെന്ന കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. അതിൻ്റെ ഫലം നമ്മൾ പടിഞ്ഞാറ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജരാനരകൾ ബാധിച്ചൊരു സമൂഹം, കുഞ്ഞുങ്ങളെ കാണാനേയില്ല. ചൈനയിലും സംഭവിക്കുന്നത് തന്നെ, നമ്മുടെ നാട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുഞ്ഞുങ്ങളെ തിരഞ്ഞു പിടിച്ച് മാതൃഗർഭത്തിൽ വെച്ച് കൊല ചെയ്യുന്നവർ പെണ്ണുങ്ങളെ കിട്ടാതെ കഷ്ടപ്പെടുകയാണ്. ഇത് 30 ലക്ഷത്തോളം അല്ലെങ്കിൽ 30 മില്യണോളം പെൺകുട്ടികളുടെ ആവശ്യമുണ്ടെന്നാണ് ചൈനയിൽ. അതിനുവേണ്ടി
മറ്റു നാടുകളിലേക്കൊക്കെ പെൺകുട്ടികളെ അന്വേഷിച്ച് പോവുകയാണ്. എന്തിനു വേണ്ടി? ജീവൻ്റെ ആരംഭത്തിൽ തന്നെ അതിനെ കൊല ചെയ്യുന്ന ഒരു സമൂഹം ഇനി അവസാനിക്കുമ്പോൾ അതിനേക്കാൾ കഷ്ടമാണ്. വാർദ്ധക്യത്തിലെത്തിയ രോഗികളായ, മാറാരോഗികളായ, തീരാരോഗികളായ വ്യക്തികളെ മരിക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ കൊല്ലുക, യൂത്തനേസിയ എന്ന് പറയും. സന്മരണം, നല്ല മരണം. നല്ല മരണം എന്ന ഓമന പേരിട്ടുകൊണ്ട് കൊലപാതകം നടത്തുകയാണ്. മാർപ്പാപ്പ ഇത് രണ്ടും എടുത്തു കാണിക്കുകയുണ്ടായി. ജീവൻ്റെ ആരംഭത്തിലും ജീവൻ്റെ അവസാനത്തിലും നേരിടുന്ന വലിയ വെല്ലുവിളികൾ, ഏറ്റവും നിസ്സഹായമായ അവസ്ഥയാണ് രണ്ടും. മാതൃഗർഭത്തിലായിരിക്കുമ്പോൾ അമ്മയിൽ നിന്ന് കിട്ടുന്നത് മാത്രമേ ആ കുഞ്ഞിനുള്ളൂ. സ്വന്തമായി ഒന്നുമില്ല, ദാനമായിട്ട് കിട്ടുന്നത് മാത്രം. അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് ശരീരം സ്വീകരിക്കുക, അമ്മയുടെ രക്തത്തിൽ നിന്ന് രക്തവും മജ്ജയും മാംസവും എല്ലാം സ്വീകരിക്കുന്നത്. ഇങ്ങനെ മാതൃഗർഭത്തിൽ സുരക്ഷിതമായി കഴിയേണ്ട കുഞ്ഞിനെ മാതൃഗർഭത്തിൽ തന്നെ വെച്ച് കൊല ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന അമ്മയ്ക്കും അപ്പനും എങ്ങനെ സാധിക്കുന്നു ഈ ഒരു കുഞ്ഞിനെ കൊല്ലാൻ? ഇത് വെറും കൊലപാതകമല്ല എന്ന് നമ്മൾ ഓർക്കണം. പലപ്പോഴും കുഞ്ഞിനെ അവയവങ്ങൾ കഷ്ണങ്ങളായി മുറിച്ച് വലിച്ചെടുക്കുന്നു. കുഞ്ഞിൻ്റെ തലയോ തിരിച്ചു വരാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ കശുവണ്ടി അല്ലെങ്കിൽ നമ്മൾ നിലക്കടല തകർക്കുന്നത് പോലെ മാതാവിൻ്റെ ഉദരത്തിലിട്ട് തലയോട്ടി തകർത്തതിന് ശേഷം വലിച്ചെടുക്കുന്നു. എന്തൊരു ക്രൂരതയാണ്! ഇത് മാനുഷികമാണ്. ഇതാണ് സ്വാതന്ത്ര്യമെന്നും അവകാശമെന്നും ഒക്കെ പറയുക. ഇങ്ങനെ നടക്കുന്ന ശിശുവധം നമ്മൾ ഓർക്കണം. ബൈബിളിൽ നരബലിയെക്കുറിച്ച് പറയാറുണ്ട്. നരബലി മനുഷ്യൻ അർപ്പിക്കാൻ പാടില്ല എന്ന് പ്രവാചകന്മാരിലൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കാനാൻകാരാണ് നരബലി നടത്തിക്കൊണ്ട്, പലരും നരബലി നടത്താറുണ്ടായിരുന്നു. നരബലി നടത്തിക്കൊണ്ടിരുന്നത് ഒരു ദേവനെ പ്രീതിപ്പെടുത്താൻ, പ്രത്യേകിച്ചും യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ യുദ്ധദേവനായ കെമോഷിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കുഞ്ഞുങ്ങളെ ബലി കഴിക്കുമായിരുന്നു. പക്ഷേ അത് ഒന്നോ രണ്ടോ സംഭവങ്ങളാണ്. രാജാക്കന്മാരിലും ചിലരുടെ ഇങ്ങനെ നരബലി നടത്തിയതായിട്ട് പറയുന്നുണ്ട്, പ്രത്യേകമായൊരു സാഹചര്യത്തിൽ. പക്ഷേ ഇന്ന് ഈ കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് ഏതു ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്? ഏതു ദേവൻ്റെ അൾത്താരയിലാണ് 5 കോടി കുഞ്ഞുങ്ങളുടെ രക്തം ആണ്ടുതോറും ഒഴുക്കപ്പെടുന്നത്? സമൃദ്ധിയുടെ, സമ്പത്തിൻ്റെ, സുഖഭോഗത്തിൻ്റെ ദൈവം ആണ് സാത്താൻ എന്ന് പറയുക. യേശു പിശാചിന് കൊടുത്ത ഒരു പര്യായമാണ് മാമോൻ. മാമോൻ എന്ന് പറഞ്ഞാൽ ഭൗതികമായ സുഖഭോഗങ്ങൾ മുഴുവനുമാണ്. എൻ്റെ സുഖത്തിനും സൗകര്യത്തിനും ഈ കുഞ്ഞിൻ്റെ ഉത്ഭവം ചെറിയ ഒരു കോട്ടം തട്ടിച്ചേക്കുമെന്ന് ഭയന്നുകൊണ്ട് അതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുക. നരബലി നടക്കുകയാണ്. ആ നരബലിയുടെ അൾത്താര മറ്റൊന്നുമല്ല, മാതാവിൻ്റെ ഉദരം തന്നെയാണ്. മാതൃഗർഭത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊല ചെയ്ത് ഏതോ ഒരു ദേവനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന മാതാപിതാക്കന്മാരും അതിന് കത്തിവയ്ക്കുന്ന ഡോക്ടർമാരും കൂട്ടുനിൽക്കുന്നവരുമെല്ലാം ഹെറോദസിൻ്റെ പുതിയ പതിപ്പുകളാണ്. പോരാ, അവരെക്കാളും ക്രൂരമാണ്. ഹെറോദേസിന് ഭയമുണ്ടായിരുന്നു, ഈ കുഞ്ഞ് ജനിച്ചു വന്നാൽ എൻ്റെ രാജ്യത്ത് നഷ്ടപ്പെട്ടേക്കുമോ എന്ന്. പക്ഷേ ഈ കുഞ്ഞിനെ കൊല്ലുന്നതിന് കാരണം എന്താണ്? എന്തേ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു? ഈ കുഞ്ഞുങ്ങൾക്ക് സ്വയം സംരക്ഷിക്കാൻ, ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നറിയാം. നമ്മൾ കാണാറുണ്ട് പലപ്പോഴും വളരെ ഭീകരമായ ചിത്രങ്ങൾ. മാതൃഗർഭത്തിൽ വെച്ച് നടക്കുന്ന കൊലപാതകത്തിൽ ഭയം നിരണ്ട് ഒളിക്കാനായിട്ട് ശ്രമിക്കുന്ന കുഞ്ഞിൻ്റെ ചിത്രം, അതിൻ്റെ മുഖം, അതിൻ്റെ ചേഷ്ടകൾ കാരണമായി തീരുമ്പോൾ എവിടെ പോയി രക്ഷ തേടും? ശിശുവധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളാരും ജീവൻ്റെ ഉടമകളല്ല. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമാണ് തൻ്റെ മകൻ. അവൻ വിശ്വസിക്കുന്ന ആരും നഷ്ടപ്പെടാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതിനെ നൽകാൻ മാത്രം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. ആ വലിയ സ്നേഹത്തിൻ്റെ ദാനമാണ് നമ്മൾ പിറവി തിരുനാൾ ആഘോഷിക്കുന്നത്. ഒരു ശിശുവിൻ്റെ ജനനം. ആ ശിശുവിൻ്റെ ജനനം ലോകം മുഴുവനും നിൽക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി കേട്ടപ്പോൾ ചിലർക്ക് അതൊരു ഭയങ്കരമായ ഭയപ്പെടുത്തുന്ന വാർത്തയായി തീർന്നു. തൻ്റെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടേക്കുമോ എന്ന്, സിംഹാസനങ്ങൾ കിടിലം കൊള്ളുകയായി, കിരീടങ്ങൾ താഴെ പോകുമോ എന്ന് ഭയന്നു. ഇന്നും അത് തന്നെയല്ലേ സംഭവിക്കുക? വലിയ സമ്പത്തിൻ്റെ ഉച്ചകോടിയിൽ ഇരിക്കുന്നവർക്ക് തങ്ങളുടെ സമ്പത്തിന് എന്തെങ്കിലും കുറവ് വന്നേക്കുമോ, സുഖ സൗകര്യങ്ങൾ കുറവ് വന്നേക്കുമോ എന്ന് ഭയന്ന് ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് കൽപ്പനകൾ പുറപ്പെടുവിക്കുന്ന അന്താരാഷ്ട്ര സംഘടനകൾ, അതിന് കൂട്ടുനിൽക്കുന്ന ഏജൻസികൾ. ഓർക്കണം, ജീവനെതിരെയുള്ള തെറ്റ് ദൈവത്തിനെതിരെയുള്ള തെറ്റാണ്. എനിക്ക് ജീവൻ നൽകിയ ദൈവമാണ്. ഓരോ വ്യക്തിക്കും ദൈവം നൽകുന്ന ദാനമാണ് ജീവൻ. അതെടുത്തു കളയാൻ ആർക്കും അവകാശമില്ല. ആ അവകാശ ലംഘനം വലിയ പാപമാണെന്ന് ഓർക്കുക. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെയ്യുന്നതാണ്. പക്ഷേ ദൈവം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം ഹെറോദസിന് സംഭവിച്ചതെന്താണ്? അവസാനം പുഴുത്തു മരിക്കുകയായിരുന്നു. ഹെറോദസിന് ഉദര സംബന്ധമായ രോഗമാണ് ബാധിച്ചത്. പക്ഷേ അതൊരു സംഭവം മാത്രമല്ല. ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കെടുതികൾ, വിപത്തുകൾ, ഭയാനകമായ ദുരന്തങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ കുഞ്ഞുങ്ങളുടെ നിലവിളിയില്ലേ എന്ന് കൂടി നമ്മൾ ഓർക്കണം. കുഞ്ഞുങ്ങളെ പോലെ തന്നെ വൃദ്ധരും നിലവിളിക്കുകയാണ്. അല്പം കരുണയ്ക്ക് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി, ജീവിതകാലം മുഴുവനും മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് ചോരയും നീരും ഒഴുക്കിയ മാതാപിതാക്കന്മാർ മക്കളെ പഠിപ്പിച്ച് വലിയവരാക്കി കഴിഞ്ഞപ്പോൾ ആ മക്കൾക്ക് മാതാപിതാക്കന്മാരൊരു ബാധ്യതയായിത്തീരുന്നു. ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് സാധിക്കുമെങ്കിൽ അമേരിക്കയിലോ ജർമ്മനിയിലോ ഒക്കെ ജോലിയും മേടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മക്കൾ മാതാപിതാക്കന്മാരെ അവഗണിക്കുകയായി. ഏതെങ്കിലും ഒരു യുദ്ധമന്ദിരത്തിൽ കൊണ്ടുപോയി തള്ളുന്നു പറ്റുന്നുണ്ടെങ്കിൽ യൂത്തനാസിയയ്ക്ക് വിധേയരാക്കുന്നു. ആർക്ക് പറ്റും ഈ കാരണന്മാരെയൊക്കെ നോക്കാനായിട്ട്? ദൈവം കാണുന്നുണ്ട് എന്ന് ഓർക്കുക.
നമ്മൾ യേശുവിൻ്റെ ജനനത്തിന് തൊട്ടു പിന്നാലെ ഈ കുഞ്ഞിപ്പൈതങ്ങളുടെ ആദ്യ രക്തസാക്ഷികളുടെ തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ അർത്ഥം കൂടിയുണ്ട്. ജീവൻ സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനാണ്, അത് സമൃദ്ധമായി ഉണ്ടാകാനാണ്. സമൃദ്ധമായ ജീവൻ ഉണ്ടാകാൻ വന്നവൻ ജീവൻ്റെ സംരക്ഷകനാണ്, നിത്യജീവൻ്റെ സംരക്ഷകൻ. ഓർക്കണം, യേശു അർദ്ധരാത്രിയിൽ ജനിച്ചപ്പോൾ അവിടെ പ്രകാശം ഉദിച്ചു. പക്ഷേ യേശുവിൻ്റെ മരണവേളയിൽ നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിച്ചു. ഏറ്റവും വലിയ അന്ധകാരം വ്യാപിച്ചതാണ്. പ്രകാശത്തെ സ്വീകരിക്കാൻ സന്നദ്ധമാകാത്തൊരു ലോകം. അവൻ വെളിച്ചമായിരുന്നു, വെളിച്ചമായി ലോകത്തിലേക്ക് വന്നു. പക്ഷേ വെളിച്ചത്തെ സ്വീകരിക്കാൻ സന്നദ്ധമായില്ല. ഇരുളും വെളിച്ചവും തമ്മിൽ നടക്കുന്ന സംഘട്ടനമാണ് ഈ ലോകചരിത്രം എന്ന് ബൈബിൾ വിശേഷിപ്പിക്കും. തമസോമ ജ്യോതിർഗമയ, നമ്മുടെ പൂർവികർ പാടിക്കൊണ്ടിരുന്ന ഇന്നും പാടുന്നതുമായ പ്രാർത്ഥനയല്ലേ? അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പക്ഷേ പ്രകാശത്തിൻ്റെ തരിമ്പ് പോലും കുത്തിക്കെടുത്താൻ ശ്രമിക്കുന്ന ആധുനിക സംസ്കാരത്തിൽ എങ്ങനെയുണ്ടാകും പ്രകാശം? തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. മരണത്തിൽ നിന്ന് അമൃതത്തിലേക്ക്, മരണമില്ലായ്മയിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവൻ തന്നെ ജീവനെ കുത്തിക്കെടുത്തുന്ന, ജീവനെ കൊല ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നാലോ? പ്രകാശത്തെ വെറുക്കുന്നവൻ അന്ധകാരത്തിൽ തന്നെ തുടരുന്നു. ഈ അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്ന് യേശു പഠിച്ചു. ഇന്ന് നമ്മൾ ആദ്യ രക്തസാക്ഷികളുടെ തിരുനാൾ ആഘോഷിക്കുന്നത് പിറവി തിരുനാൾ തൊട്ട് പിന്നാലെയാണ്. ഇത് അവസാനമല്ല. ഈ തിരുനാൾ ആഘോഷിക്കുന്നതിന് ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യം ഇതാണ്: നമ്മൾ ജീവൻ്റെ സംരക്ഷകരായി തീരണം. ജീവൻ്റെ കാപാലികരാകരുത്, കൊലപാതകികളാകരുത്. നമ്മൾക്കാർക്കും ആരാച്ചാരുടെ ദൗത്യമല്ല ദൈവം തന്നിരിക്കുന്നത്. ജീവൻ സംരക്ഷിക്കാൻ, അത് അതിൻ്റെ ഏറ്റവും ലളിതമായ, ഏറ്റവും ദുർബലമായ അവസരത്തിൽ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് സ്ത്രീ ഹൃദയത്തിന് താഴെ തന്നെ ഈ കുഞ്ഞിനെ ജനിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നത്. ഏറ്റവും സ്നേഹത്തിൻ്റെ, കരുണയുടെ, കരുതലിൻ്റെ കാതലല്ലേ അമ്മയുടെ ഹൃദയം? ആ അമ്മയുടെ ഹൃദയത്തുടിപ്പ് തന്നെയല്ലേ തൊട്ട് താഴെ കിടക്കുന്ന കുഞ്ഞിൻ്റെയും ഹൃദയത്തുടിപ്പ്? ആ അമ്മയുടെ ഹൃദയത്തോട് പറ്റിച്ചേർന്ന് കൊണ്ട് വളരാൻ വിട്ടാണ് ദൈവം ഓരോ കുഞ്ഞിനെയും കൊടുക്കുക. അതിനെ കൊന്നുകളയരുത്. ദൈവത്തിന് വേണ്ടി കാത്തുപാലിക്കുക. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് കുഞ്ഞിപ്പൈതങ്ങളുടെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം എല്ലാ ജീവനും വിലപ്പെട്ടതാണെന്ന്, എൻ്റെയും എൻ്റെ സഹോദരൻ്റെയും എൻ്റെ സഹോദരിയുടെയും, അത് കുഞ്ഞാവട്ടെ വലിയതാവട്ടെ, അത് അംഗവൈകല്യമുള്ളതാകട്ടെ ബുദ്ധിമാന്യം സംഭവിച്ചതാകട്ടെ, മനുഷ്യജീവൻ വിലപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ് ജീവൻ. അതിനെ നമ്മൾ സംരക്ഷിക്കണം. അതിനുള്ള കൃപ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവനെ ആദരിക്കുക, ജീവൻ്റെ മൂല്യം നമ്മൾ മാനിക്കുക, ജീവനെതിരായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിക്കുക. അതിനൊട്ടാണല്ലോ പ്രോ ലൈഫ് മൂവ്മെൻറ്റ് പോലുള്ള അനേകം നീക്കങ്ങൾ, പ്രോ ലൈഫും അതുപോലുള്ള നീക്കങ്ങളും ജീവൻ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനോട് ചേർന്ന് പ്രവർത്തിക്കുക. നമ്മുടെ ജീവൻ തമ്പുരാൻ്റെ ദാനമാണെന്ന ബോധ്യത്തോടു കൂടി മറ്റുള്ളവരുടെ ജീവനെയും പരിപാലിക്കാനും സംരക്ഷിക്കാനും പോഷിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് മറക്കാതിരിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് രക്ഷകനായി ഈ ഭൂമിയിലേക്ക് അയച്ച വലിയ കൃപയ്ക്ക് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ് ജീവനെന്ന്. ആ ജീവൻ ഒരിക്കൽ ആരംഭിച്ചാൽ ഒരിക്കലും അസ്തമിക്കാതെ എന്നും അങ്ങയോട് കൂടി ആയിരിക്കാനുള്ളതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവൻ്റെ ഉറവിടമേ, എല്ലാ ജീവനും എല്ലാ മനുഷ്യരും വിലപ്പെട്ടതാണെന്ന് ബോധ്യത്തോടു കൂടി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവനെ നിസാരവൽക്കരിക്കുകയും അക്രമപ്രവർത്തികളിലൂടെയും കൊലപാതകങ്ങളിലൂടെയും ഗർഭഛിദ്രത്തിലൂടെയും ദയാവധത്തിലൂടെയും ഒക്കെ ജീവനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കണമേ. കർത്താവേ, എല്ലാ ജീവനും അങ്ങേക്ക് വിലപ്പെട്ടതാണല്ലോ. ആരും ആരെയും വെറുക്കാതെ, ആരും ആരെയും കൊല ചെയ്യാതെ, പരസ്പരം സംരക്ഷിച്ചും സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.